ഗുഡ് മോർണിംഗ്. മടിയന്മാർക്ക് മടിയുള്ള ദിവസം ഏതാന്ന് ചോദിച്ചാൽ മഴക്കാലം എന്ന് പറയും. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇന്നും പതിവ് പോലെ ഏറെ നേരം വൈകി 7 മണിക്കാണ് കേട്ടോ എഴുന്നേറ്റത്. നല്ല മഴ പുറത്ത്. അപ്പോൾ മഴയൊക്കെ ഒന്ന് കുറച്ച് നേരം നോക്കി നിന്നു. മക്കളൊക്കെ ഉറങ്ങാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ വഴുതനങ്ങയും വെണ്ടക്കായൊക്കെ പൂവിട്ടിട്ടുണ്ട്. അതൊക്കെ എന്തായി ആവുമെന്ന് അറിയില്ല. അങ്ങോട്ട് ഇറങ്ങിപ്പോയി നോക്കിയൊന്നുമില്ല. എന്നാലും സാരില്ല എന്ന് വിചാരിച്ചു. ഇനി എന്തായാലും ചോറ് വെക്കാനുള്ളൊരു ശരിയാവില്ല. മക്കൾക്ക് പ്ലേ സ്കൂളിൽ പോകണം 10 മണിയാകുമ്പോൾ. അപ്പം നേരെ ഒരു തട്ടിക്കൂട്ടി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു. വേഗം തന്നെ ഒരു സബോള എടുത്തായിരുന്നു. അത് വാട്ടിയെടുത്തു. കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കുറച്ച് മസാലയാണ് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പുറത്ത് ഞാൻ മക്കൾക്ക് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട്, മഴക്കാലമായല്ലോ, മഴയുടെ ഒരു തണുപ്പ് വന്നാൽ പിന്നെ അവർ തണുത്ത വെള്ളത്തിൽ കുളിക്കില്ല. അപ്പോൾ ഇച്ചിരി വെള്ളം ചൂടാക്കി കൊടുത്തു. സ്പെഷ്യലായിട്ട് ഇതിൽ പൈനാപ്പിൾ മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. വേറെ ഒന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു എസൻസോ ഗ്രീൻ ബീൻസോ അങ്ങനെയുള്ള ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് പൈനാപ്പിൾ കുറച്ചുണ്ടായിരുന്നു. അത് ഞാൻ എല്ലാവർക്കും ഇഷ്ടം. ഇവിടെയാണെങ്കിൽ ബിരിയാണിക്ക് സലാഡും പപ്പടമോ ഒരു മുട്ടയോ ഉണ്ടെങ്കിൽ എല്ലാവരും കഴിക്കും. ബീഫ് വേണമെന്നോ ചിക്കൻ വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ മക്കൾക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞാൻ വേഗം ടിഫിൻ ബോക്സിലാക്കി. കാലത്ത് ഞങ്ങൾ കഴിച്ചത് ബണ്ണും ചായയാണ് കേട്ടോ. ഒരു തട്ടിക്കൂട്ട് പരിപാടി തന്നെയായിരുന്നു. അതെല്ലാം ഓക്കെ ആക്കി ഞാൻ എല്ലാവരും പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് മക്കൾ പ്രാർത്ഥിക്കാനായിട്ട് നിന്നു. അവർക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകൾ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു വചനങ്ങൾ അവർക്കറിയാവുന്ന രീതിയിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അതൊക്കെ ചൊല്ലി കുരിശൊക്കെ വരച്ച് ഇവർ ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങുമ്പോൾ അവർക്ക് കുഞ്ഞ് നാണം വരുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായപ്പോൾ രണ്ടാമത്തെ ആൾ ഓടിപ്പോയി. മൂത്താൾ എന്നാലും അവിടെ ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. വീഡിയോയിലൊരു നാണം കൊണ്ടാണ് പറയുന്നത്. അവർക്ക് ചിരിയും ഇതൊക്കെ വരുന്നത്. അല്ലെങ്കിൽ നല്ല കുട്ടികളായിട്ട് പ്രാർത്ഥിച്ച് ഇറങ്ങാറുണ്ട് കേട്ടോ എല്ലാ ദിവസവും. അത് കഴിഞ്ഞ് ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ കുരിശൊക്കെ വരച്ച് ഇറങ്ങിയപ്പോൾ നമ്മുടെ 10 മണിയിലെ ഒരു 3 കളറ് പൂവുണ്ട് കേട്ടോ. ഒരു മഞ്ഞ, ഒരു പിങ്ക് കളറ്, ഒരു റോസ് കളർ ഉണ്ടാവാറുണ്ട്. അതിന്ന് ഉണ്ടായിട്ടില്ല. 10 മണിയായപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി അത് ചെയ്തു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഒരു 2 കുഞ്ഞൊരു കമ്പായിരുന്നു കുഴിച്ചിട്ടത്. ഇപ്പോൾ നന്നായിട്ട് വലുതായി മഴയൊക്കെ കിട്ടിയപ്പോൾ. പിന്നെ പ്ലേ സ്കൂളിലത്തെ വീഡിയോ അവർ അയച്ചു തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കളിക്കണ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അതിൽ ബോൾ ഇട്ടിട്ട് അവരുടേതായ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ചായ കുടിക്കണ പതിവൊന്നും ഇവിടെ ഇല്ല. എന്നിരുന്നാലും മഴയും തണുപ്പും പിന്നെ എല്ലാവർക്കും തൊണ്ടവേദനയൊക്കെയാണ്. ഇച്ചാനും തൊണ്ടവേദന, എനിക്കും ഒരു തൊണ്ടവേദന ഉണ്ട് ചെറുതായിട്ട്. അപ്പം നമ്മളൊരു ഇഞ്ചി ഇട്ടിട്ട് ഒരു ചായ, കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. വേഗം തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. അതിലേക്ക് തിളച്ച് വരുമ്പോൾ ഞാൻ ഇഞ്ചി ചതച്ച് ചേർത്തു. പിന്നെ പഞ്ചസാര ഇട്ട് കുഞ്ഞൊരു കട്ടൻ ഞങ്ങൾ ആ സമയത്ത് കഴിക്കാനൊന്നും ഉണ്ടായില്ല. എന്നാലും ചായ കുടിക്കുമ്പോൾ ഒരു സുഖം. നമുക്കിങ്ങനെ 4 മണി തണുപ്പുള്ള സമയം, അപ്പോൾ നമുക്ക് ചായ കിട്ടാൻ തോന്നും. ചൂടാകുമ്പോൾ നമുക്ക് ചായയൊന്നും വേണ്ട, നമ്മൾ ഒന്നും കഴിക്കാതിരിക്കും. തണുപ്പാകുമ്പോൾ നമുക്കൊരു കട്ടൻ ചായ കിട്ടിയാൽ നല്ലതാണല്ലോ എന്ന് വിചാരിക്കും. അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റ, ബൈ ബൈ, സീ യു.